ഹായ് ഓൾ, ഈ വീഡിയോയിലൂടെ നോക്കുന്നത് 2025 മാർച്ച് 24 പത്രവാർത്തകളിൽ വന്ന പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. തീം യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ. ഇന്ത്യയിൽ ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി പോഷകാഹാര കിറ്റ്, ചികിത്സ ഉൾപ്പെടെ 4500 ക്ഷയരോഗികളുടെ സംരക്ഷണം ഏറ്റെടുത്ത സംസ്ഥാന സർക്കാർ മേഘാലയ. 2025 പ്രവർത്തനത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്ന പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ബാരേജ് ഫറാക്ക ബാരേജ്. സംസ്ഥാനത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് 50 രൂപ ടൂറിസ്റ്റ് ഫീസ് ഏർപ്പെടുത്തിയത് സിക്കിം. വികലാംഗർക്കായി ഉത്തർപ്രദേശ് സർക്കാർ അടുത്തിടെ ഒരു പ്രത്യേക സ്മാർട്ട് സ്കൂൾ ആരംഭിച്ചത് നോയിഡ. പുരാവസ്തു ഗവേഷകർ അടുത്തിടെ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മലമ്പുഴ, പാലക്കാട്. സൗജന്യ പരിശോധനകൾക്കായി അടുത്തിടെ മൊബൈൽ ഡെന്റൽ ക്ലിനിക് ആരംഭിച്ചത് ന്യൂഡൽഹി. 2025 മാർച്ചിൽ മണ്ണിനടിയിൽ 46 ദശലക്ഷം ടൺ പ്രകൃതിദത്ത ഹൈഡ്രജൻ ശേഖരം കണ്ടെത്തിയ രാജ്യം ഫ്രാൻസ്. എംപിമാരുടെയും മുൻ എംപിമാരുടെയും ശമ്പളം, അലവൻസ്, പെൻഷൻ എന്നിവ എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്? 24%. 2021-24 കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടിയ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശ്, കുറവ് മിസോറാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ചില സംരക്ഷിത പ്രദേശങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ പ്രവേശനവും താമസവും നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഔദ്യോഗിക യാത്രാരേഖ ഇന്നർ ലൈൻ പെർമിറ്റ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തദ്ദേശീയ ഗോത്ര സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിർണായക ഉപകരണമാണിത്. നിലവിൽ ഇന്ത്യയിൽ പ്രവേശനത്തിന് ഒരു ILP ആവശ്യമായ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.